അതുകൊണ്ട് അവരെ കൊണ്ട് ശല്യം തരുന്നില്ല. ഇന്ന് രണ്ടാമത്തെ വിഷയം മതപ്പാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഡോക്ടർ വളരെ വിശദമായിട്ട് പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റെന്താന്ന് വെച്ചാൽ, ആനയെ വാങ്ങിക്കുമ്പോൾ ഇല്ലെങ്കിൽ ആനക്കാരൻ മാറി കയറുമ്പോൾ എന്താണ് അതിന്റെ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് ആരും അന്വേഷിക്കില്ല. ഇപ്പോ കൃത്യം ഒരു കാലഘട്ടത്തിൽ മതപ്പാടുണ്ടായാൽ അത് മാറ്റിയെടുക്കുക എന്നൊരു ചരിത്രം വളരെ വിഷമമാണ്. ഒരു മാസം 20 ദിവസമൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയും. ആരോഗ്യം നശിച്ചായിരിക്കും മതപ്പാടുണ്ടാക്കുക. ആരോഗ്യമുള്ള ആനയ്ക്ക് അത് മാറ്റിയെടുക്കണം. വേനൽക്കാലത്ത് ഒരു ആനയ്ക്ക് നീര് കണ്ടു, കൃത്യമാസം കുംഭമാസം 15-ാം തീയതി ആന കൈവിട്ടു. ഉറച്ച നീരാവണം. ഞാൻ മുടകാലം പറയുന്നില്ല, ആദ്യ നീര് പറയുന്നില്ല, ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല. ഉറച്ച മതപ്പാടുള്ള ഒരു ആനയ്ക്ക് കുംഭമാസം 15-ാം തീയതി കൈവിട്ട ആന പിന്നത്തെ കൊല്ലം കുംഭമാസം 15-ാം തീയതി ആന കൈവിട്ടിരിക്കും. പണ്ടത്തെ പൂമുള്ളി ശേഖരൻ ഒരാഴ്ച 10 ദിവസം കൈവിട്ട് നിന്നു ഒരാളെ കൊന്നു. അത് കാരണം എന്താ വെച്ചാൽ തുലാമാസം 15-ാം തീയതി ആന അഴിച്ചു കൊടുത്ത് കഴുകി കൊണ്ടുപോയി കെട്ടി. 15-ാം തീയതി ആന കഴിക്കാറില്ല, 14-ാം തീയതി കൊണ്ടുപോയി കെട്ടണം. 15-ാം തീയതി ഒന്നുകൂടി കഴുകി കൊണ്ടുവരാൻ പറഞ്ഞു. വഴിക്ക് ആളെ കൊന്നു, ആന കൈവിട്ടു. ആ കാലത്ത് മയക്കൊടിയൊന്നുമില്ല. പിന്നെ ആ പറമ്പില് അതിൽ നിന്നു കുറേ ദിവസം തെങ്ങ് തള്ളും, തിന്നും, കുളത്തിലിറങ്ങി വെള്ളം കുടിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ആനയുടെ ചരിത്രം മനസ്സിലാക്കി നമ്മൾ പാലകാർമ്മിക മഹാമുനി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ആനകളെ രാജാവ് യുദ്ധത്തിന് സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മളാരിപ്പോ ആനകളെ യുദ്ധത്തിനൊന്നും നിർത്തുന്നില്ലേ? ജ്ഞാനകേന്ദ്രത്തിന്റെ ഇതിലും വളരെ സന്തോഷമുണ്ട്. തൃശ്ശൂരിനെയാണ് വേണ്ടത് ഇതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിന് എന്തായാലും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിനുള്ള അഭിനന്ദനം ആഗ്രഹിക്കുക. ഒരു ആനയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുറെ ആനകളുടെ പരിചരണം കുറച്ചു കാലം ശ്രദ്ധിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള ചില ആനകളുടെ പരിചരണത്തെ സംബന്ധിക്കുന്ന ചില സംശയങ്ങളും ചില നിർദ്ദേശങ്ങളും വെക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കൂ. ഒന്ന്, പണിക്കർ സാർ അവതരിപ്പിച്ചൊരു പ്രബന്ധത്തിൽ ഒരിടത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്, ഞാൻ ഒരു വിമർശനാത്മകമായിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു മരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത്. ഒരിടത്ത് സൂചിപ്പിച്ചത് ആനയ്ക്ക് ഒരു 5 വയസ്സ് ഏകദേശം പ്രായമായിട്ടുള്ള കുട്ടിയുടെ മാനസിക വ്യാപാരം. അപ്പോൾ അതുകൊണ്ടൊരു കുട്ടിയെ കൊണ്ട് നടക്കുന്നത് പോലെ വളരെ സസൂക്ഷ്മം മതപ്പാട് കാലത്തും അല്ലാതെയും ആനയെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രദ്ധ വേണം. വേറൊരു ഭാഗത്ത് ഓരോ ആനയും ഓരോ വ്യത്യസ്ത സ്വഭാവക്കാരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റിയിലാണ് വിശ്വസിച്ച് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തത അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ബുദ്ധിപരതയെ കാണിക്കുന്ന ഒരു, അതായത് ഇപ്പോൾ മനുഷ്യര് ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തരാണ്. ഒരു കാര്യത്തോട് തന്നെ പല മനുഷ്യരും പല രീതിയിൽ പ്രതികരിക്കും. അതിൻ്റെ അർത്ഥം മനുഷ്യര് ബുദ്ധിയുടെ കാര്യത്തിൽ, വിശേഷ ബുദ്ധിയുടെ കാര്യത്തിൽ വളരെയേറെ ഉയർന്ന ഒരു മൃഗമായി ഇരിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ ആനയെയും, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച കാര്യത്തിൽ ഓരോ ആനയുടെയും ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് അനുഭവജ്ഞാനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ആനയുടെയും ഹിസ്റ്ററി എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അവിടെ ഹിസ്റ്ററി അറിഞ്ഞിട്ട്, ചരിത്രം അറിഞ്ഞിട്ട് ആനയെ കാണണം എന്നുള്ള ഒരു സങ്കല്പം, അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ ആനയ്ക്കും വിശേഷ ബുദ്ധിയുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ വളരെ പ്രത്യേകതകളും ഉള്ളൊരു സാഹചര്യത്തിൽ ആനകൾക്ക് പൊതുവെ ഒരു 5 വയസ്സായിട്ടുള്ള കുട്ടിയുടെ ബുദ്ധിയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ട് ആനയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ശരിയാവുമോ എന്നുള്ള ഒരു വിനീതമായ ചോദ്യമാണ് എനിക്ക് ചോദിക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ പറയട്ടെ, പൊതുവെ ആനയെ പരിചരിക്കുന്ന
ഇനി ആരെങ്കിലും ഇവിടെ ഡോക്ടർ പണിക്കര് വളരെ കാലത്തെ നിരീക്ഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അവതരിപ്പിച്ച കാര്യങ്ങളിൽ പ്രധാനമായി പറഞ്ഞത് നമുക്ക് പണ്ടൊക്കെ പാരമ്പര്യമായി അച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ പാപ്പാനായിരിക്കും. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇതൊക്കെ കണ്ടു വളർന്ന് ആനയുമായി പരിചയപ്പെട്ട് പിന്നീട് അവനും പാപ്പാനായി വരുന്നു. അപ്പോൾ അവർക്ക് ആനയെ മനസ്സിലാക്കാനുള്ള കഴിവ്, ആനയുടെ സ്വഭാവം കണ്ട് ആനയെ കൊണ്ട് നടക്കാനുള്ള കഴിവൊക്കെ അല്പം കൂടുതലായിരിക്കും. ഇന്ന് അങ്ങനത്തെ പാപ്പാന്മാർ വളരെ കുറവായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാ രംഗത്തും ഉള്ള കാര്യമാണ്. കുലത്തൊഴിൽ എന്നുള്ളൊരു ഏർപ്പാട് വേണ്ട എന്ന് വെച്ചപ്പോൾ അതിൻ്റെ ചില ഗുണങ്ങളുണ്ടായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചപ്പോൾ പലർക്കും ഇന്ന തൊഴിൽ പോകണമെന്നില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ ആനപ്പണിക്ക് പോവാം എന്ന് തോന്നുന്ന തരത്തിൽ കുറേ പേരെങ്കിലും നമ്മുടെ ഇടയിലുണ്ട്. ഒന്നാം പാപ്പാനല്ലാതെ 2-3 പാപ്പാന്മാർ നമ്മുടെ ആനകൾക്ക് ഇല്ലാതായിരിക്കുന്ന സാഹചര്യമുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആനപ്പാപ്പാന്മാർ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ചിലതൊക്കെ തുടങ്ങിയെങ്കിൽ അതൊന്നും ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അത് ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് നല്ല പാപ്പാന്മാരെ വാർത്തെടുക്കുവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മളുടെ ആനകളുടെ ഗതിയൊക്കെ ഒന്ന് കഷ്ടത്തിലാവും. മറ്റൊന്നുള്ളത് ഞാൻ പറഞ്ഞത് എഴുന്നള്ളിപ്പായാലും പണിയായാലും ഉള്ള അമിതമായ അധ്വാനം, സമയത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ബഹുദൂരം എഴുന്നള്ളിപ്പുകളുമായിട്ട് പോകുന്ന ഏർപ്പാട് വളരെയധികമുണ്ട്. ഈ കാര്യങ്ങളിൽ അങ്ങനെ വേണ്ടി വരുന്ന പക്ഷം ഇപ്പൊ ചില എഴുന്നള്ളിപ്പുകളുടെ കാലങ്ങളായി നടന്നു വരുമ്പോൾ അതിൻ്റെ സമയദൈർഘ്യമുണ്ടെങ്കിൽ തന്നെ ആ സമയദൈർഘ്യത്തിനിടയിൽ ആനയ്ക്ക് ക്ഷീണമുണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് തന്നെ കുറേയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കിട്ടിയത്